രാഹുൽ രാജിവെക്കേണ്ട, പകരം സസ്പെൻഷൻ മാത്രം മതി എന്ന രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. അല്ല, KPCC നേതൃത്വം കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. രാഹുൽ കോൺഗ്രസിൻ്റെ അംഗത്തൊന്ന് സസ്പെൻഡ് ചെയ്യണതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. രാഹുൽ പറയണ പോലെ ഹൂ കേസ്, കോൺഗ്രസ്സിൽ രാഹുലിനെ ഇനിയിപ്പോൾ അഖിലേന്ത്യാ പ്രസിഡൻ്റാക്കിയാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം അത് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയേറെ അപമര്യാദയായിട്ട് വൃത്തികേടായിട്ട് പെരുമാറിയ ഒരാളെ MLA സ്ഥാനത്ത് തുടരുന്നതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ പ്രശ്നം. ഞങ്ങൾക്ക് സംശയം KPCC നേതാക്കന്മാർക്ക് രാഹുൽ പേടിയുണ്ടോ എന്നുള്ളതാണ്. രാഹുലിൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങിയിട്ടാണോ KPCCയുടെ നേതാക്കന്മാർ, പരസ്യമായിട്ട് പ്രതികരിച്ച നേതാക്കന്മാർ പോലും മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് മാറ്റിയത് എന്നുള്ളത്? മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് KPCCയുടെ നേതാക്കന്മാർ പലരും, കോൺഗ്രസിൻ്റെ MLAമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ, ഒരു വിട്ടുവീഴ്ചയില്ല, രാഹുൽ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ അവരുടെ നിലപാടിൽ മാറ്റം, നിലപാടിൽ മയപ്പെടുത്തൽ. ഇതിൻ്റെ പിന്നിൽ രാഹുലിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. കാരണം പല KPCC നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിൻ്റെ കയ്യിലുണ്ട്. ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിൻ്റെ ഭീഷണിക്ക് മുന്നിൽ KPCCയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുക. 2, ഉപതെരഞ്ഞെടുപ്പ് പേടി. 2 പേടിയാണ് ഇന്ന് കോൺഗ്രസിനെ ബാധിച്ചിട്ട്. ഉപതെരഞ്ഞെടുപ്പ് പേടി. ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങളോട്, പാലക്കാട്ടിലെ വോട്ടർമാരോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഇവിടുന്ന് രാജിവെപ്പിച്ച് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു? അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നല്ലോ. ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നെങ്കിൽ പാലക്കാടിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ, അവരെ മത്സരിപ്പിക്കായിരുന്നല്ലോ. ഞങ്ങൾ ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കലിന് അപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ഈ കാര്യത്തിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ, MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിലെ വോട്ടർമാരെ അപമാനിച്ചിരിക്കുകയാണ്, പാലക്കാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് പോകും. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA എന്നുള്ള നിലയിൽ പാലക്കാടിലെ ഒരു പരിപാടികളിലും, ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കാൻ, ആ പരിസരത്ത് വരാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. ഇനി KPCC എന്ത് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും രാഹുലിന് കൊടുത്തോട്ടെ. രാഹുലിനെ പാലക്കാട്ടുകാർക്ക് വേണ്ട ഇത്തരത്തിലുള്ള MLA ഞങ്ങൾ അനുവദിക്കില്ല പാലക്കാട്. രാജിവെച്ചൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിന്റെ തോൽവി വരുമെന്നുള്ള ഭയന്നിട്ടാണോ ഇപ്പോൾ രാജിവെപ്പിക്കാൻ ഒരു ഭയമുള്ളത്? അങ്ങനെയാണോ BJPയുടെ ആരോപണം? കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് പാലക്കാട്ടിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കാനുള്ള മുഖമില്ലാതെയായിരിക്കുക. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ, ഗോഡ് ഫാദർ അല്ലേ രാഹുലിൻ്റെ? ഷാഫി പറമ്പിലാണല്ലോ രാഹുലിനെ കൊണ്ടുവന്നത്. ഷാഫി പറമ്പിലിനടക്കം ഇന്ന് പാലക്കാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പാലക്കാട്ടിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പാലക്കാട്ടിലെ സ്ത്രീകളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് അവർ ഉപതെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം പുറത്താക്കിയത്. കോൺഗ്രസിന് ഉറപ്പുണ്ട് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആ തെറ്റ് ചെയ്ത രാഹുലിനെതിരായിട്ട് എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല, KPCC ആവശ്യപ്പെടുന്നില്ല? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. KPCCയുടെ പല നേതാക്കന്മാർക്കും രാഹുൽ പേടിയുണ്ടോ എന്നുള്ളത്. അവരുടെ കയ്യിലിരിപ്പ്, അവരുടെ ഇത്തരം ചെയ്തികൾ സംബന്ധിച്ച് രാഹുലിൻ്റെ തെളിവുകളുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അല്ല, കോൺഗ്രസിന് പാലക്കാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ല എന്നുള്ളത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി നമുക്ക് വ്യക്തമായല്ലോ. പാലക്കാട്ടുകാർ ജയിപ്പിച്ചയച്ച ഒരു MLAയെ ഇവിടുന്ന് രാജിവെപ്പിച്ച് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. പാലക്കാടിന് പകരം തന്നതോ കേരളത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു ചവറിനെ പാലക്കാടിന് തന്നു. പാലക്കാട് നിരവധി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു മാലിന്യം കൊണ്ടു തള്ളാനുള്ള കേന്ദ്രമായിട്ട് പാലക്കാടിനെ കോൺഗ്രസ് മാറ്റി എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. CPMൻ്റെ നിലപാടിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് രാഹുലിനെതിരായിട്ട് കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല? ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും ഒരു അന്വേഷണം പോലും രാഹുലിൻ്റെ എതിരായിട്ട് നടത്താൻ കേരളത്തിലെ CPM തയ്യാറാവുന്നില്ല.
കേരളത്തിലെ CPM-ഉം രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ്. ഇത് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, സന്ദീപ് വാര്യർ അടക്കം താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ ചോദ്യം എന്നോടാണ്. താങ്കൾക്കെതിരെ പണ്ട് താങ്കളെ മാറ്റി നിർത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിലൊക്കെ ഇന്നലത്തെ അവന്തികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ഗൂഢാലോചന താങ്കളാണെന്നും പറയുന്നു. ഞാൻ മറുപടി പറയണോ? ആള് പറയാ. നിങ്ങൾ ഇതിന്റെ ഭൂരിഭാഗം മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പാലക്കാടുള്ള ആളുകളാണല്ലോ. പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയതെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. പ്രശാന്ത് ശിവൻ 2019 മുതൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ 20 മുതൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനാണ്. 5 വർഷക്കാലം കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നതുവരെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു. പുതിയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാക്കുകയാണ് ചെയ്ത്. പാർട്ടിയിൽ നിന്ന് ആരെയാണ് മാറ്റി നിർത്തിയത്? 2012 തൊട്ട് 2016 വരെ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്? ഈ കഴിഞ്ഞ കാലയളവിൽ ആരെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നൊക്കെ കേരളത്തിലെ എല്ലാ മാധ്യമ പ്രതിനിധികൾക്കും അറിയാം. എൻ്റെ വാട്സാപ്പിൽ, എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട്. അതൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ കോൺഗ്രസ് അല്ല, പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല. ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല, മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ തല പൂഴ്ത്തിയിട്ട് ഇരിക്കേണ്ട ഗതികേടിലേക്ക് വരും. ഇതിനകത്ത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 2020 മാർച്ച് മാസത്തിലാണ് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് വരുന്നത്. അതിനെ തുടർന്ന് 2025 ജനുവരി മാസം 27-ാം തീയതിയാണ് ഞാൻ BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് നോമിനേഷൻ കൊടുക്കുന്നത്. 2020 മാർച്ച് മാസം മുതൽ 2025 ജനുവരി 27 വരെയുള്ള ഏത് പീരീഡിലാണ് യുവമോർച്ചയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയെന്ന് ആൾ അറിഞ്ഞുകൊള്ളാം. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെ എപ്പോഴാണ് യുവമോർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. പുള്ളി ഇനി പുതിയ എന്തെങ്കിലും സംഭവങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. നാളെ പുള്ളിയുടെ നമ്മൾ ഒരു പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ പാടില്ല. എന്തേലും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചായ കണ്ട് അതൊക്കെ ആരെങ്കിലുമൊക്കെ സംശയങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അത് മറ്റുള്ള ആളുകൾക്കല്ല. അപ്പോൾ അതിനകത്തോട്ട് കൂടുതൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വിഷയങ്ങളിലോട്ട് കൂടുതലോട്ട് പോകും. അതുകൊണ്ട് എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാനതിന് പറയുന്നില്ല. അല്ല, സന്ദീപ് തൃശ്ശൂരിനകത്ത് പോയി എടുക്കാ ചെറുക്കായിട്ട് അയാൾ എന്തൊക്കെയോ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞതിന് അവിടെയുള്ള നേതൃത്വം പോലും അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു തവണ ക്ലോസറ്റിലോട്ട് ഒരു മാലിന്യോട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞു, അതവിടെ പോയി. വീണ്ടും വീണ്ടും ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഒരു മറുപടി അയാൾ അർഹിക്കുന്നില്ല. ഞാൻ അതിനകത്തോട്ട് പ്രത്യേകിച്ച് വേറൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മുൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, ചില ആളുകളോട് ഗുസ്തി പിടിക്കരുത്, നമ്മുടെ ദേഹത്ത് ചെളി പോരളും. അവർക്ക് അതൊരു ഹരമാണ്. അത്തരം ആളുകൾക്ക് മറുപടി പറയാനില്ല.